അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബാബുർ റജാ റിയാദുസ് സാലിഹീനിലെ അള്ളാഹുടെ റഹ്മത്തിനെ ആഗ്രഹിക്കലേ, അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തും രക്ഷപ്പെടുത്തും എന്ന ആ ഒരു ചിന്ത, ആ ഒരു ബിയാറ മനസ്സിലിക്കലേ എന്നുള്ളത്. അപ്പം അത് റജാ, ഖൗഫ് റജാ, ഇതൊക്കെ മുന്നൽ ഇതര വിഷയത്തിൽ എന്തിരെ എന്നുള്ളത് വിശദീകരിച്ചതായിട്ടിരിക്കുന്നത്. അതിൽ ഇന്നത്തെ ഹദീസ് ചെറിയ നീണ്ട ഹദീസ് ആയിട്ടിരിക്കുന്നത്. അതായത് ഇത്ബാൻ മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ല ഒരു സംഭവം. ഇത്ബാൻ മാലിക് റളിയല്ലാഹു അൻഹു ബനു സാലിം ഗോത്രത്തിൽപ്പെട്ട ആളായിട്ടിരിക്കുന്നത്. അയാൾ ചൊല്ല്, നന്റെ ആ ഏരിയത്തിൽ ഞാൻ ഇമാമുനിട്ടുകൊണ്ടിരുന്നു. മലബന്ധം കണ്ടെങ്കിൽ നക്ക് പോണകത്തല്ല കഷ്ടമായിട്ടിരുന്നു. അപ്പം നബി തങ്ങളിട്ട് പോയിട്ട് ഞാൻ ചൊന്ന, നബിയെ നക്കത്ര കണ്ണിൻ്റെ കാഴ്ചവുമില്ല, എന്തൊരു കണ്ണ് തെൽ കഷ്ടമാണ് നക്ക്. പിന്നെ നക്ക് അവിടെ നിസ്കരിക്കുമ്പോഴായിട്ട് പോണു നക്ക് ഈ മലബന്ധം ഭാരി കഷ്ടമാവും. അപ്പം നബി തങ്ങൊന്ന് ഔത്ത് വന്നിട്ട് നക്കൊരു ജാഗയിൽ നിസ്കരിച്ച് തന്നേക്കണ്ടെങ്കിൽ ആ ജാഗയിൽ ഞാൻ പള്ളിയാക്കാത്ത നക്ക പള്ളിയിൽ നിസ്കരിച്ച ഒരു കൂലിയും കിട്ടണമല്ലോ. നക്കാണെങ്കിലോ ജമാഅത്തേക്ക് പോകേണ്ടത്തെ മഴക്കാലത്ത് കഷ്ടമാണ് നക്ക്. നക്കണെങ്കിൽ ഈ പോണ്ടി തെറലേതുണ്ട് തന്നി ഒരു കൂടി ഇതുണ്ട്. അപ്പം നക്കത് കടക്കാവില്ല, നക്ക് അതല്ലാണ്ട് കണ്ണിൻ്റെ കാഴ്ച കണ്ണും കണ്ടെ കൊറടി. അപ്പം നബി തങ്ങ വന്നിട്ട് വേഗ പിറ്റേന്ന് സുബൈക്ക് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. എന്നിട്ട് നബി തങ്ങൾ അനുമതിക്ക് എടുത്ത് ഔത്ത് പറഞ്ഞു, അനുമതി കൊടുത്തേ. നബി വന്നേക്ക് തെച്ചില്ല ഔത്ത് കേൾത്ത് എവിടെ നീ നിസ്കരിക്കണമെന്നിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പം ഞാൻ ഒരു പ്ലേസ് കാട്ടിക്കൊടുത്ത, ഞാൻ ഇഷ്ടപ്പെട്ട പ്ലേസ്. നബി തങ്ങൾ അവിടെ നിസ്കരിച്ചിട്ട് ഞങ്ങൾ പിറവത്തിന് സഫ് കിട്ടിയ ജനറക്കാർ നിസ്കരിച്ചിട്ട് നബി തങ്ങൾ സലാം വീട്ടിത്ത്, ഞങ്ങളും സലാം വീട്ടിയ. അങ്ങനെ നബിക്ക് ചില എന്തൊരു ഒരു സദ്യ ഞാൻ തയ്യാറാക്കി. ഒരു മണ്ണി പോലത്തത് അലിസ, അതായത് ഒരു ഗോതിയെല്ലാം പൊടിയാക്കിയിട്ട് അതൊക്കെ നെയ്യെല്ലാം ഇട്ടിട്ട് ഒരു സദ്യ നബി വന്നത്. അങ്ങനെ അതിൻ്റെ ചുറ്റുഭാഗത്തങ്ങെല്ലാം വന്നിട്ട് എല്ലാവരും കൂടിയാവും. അപ്പോൾ ഒരാൾക്കെടുത്ത് ഇങ്ങനത്തെ മാലിക് എന്നാൽ എന്ത് കാണില്ല, ആ ഏരിയത്ത് ഒരാളെ പേരായിട്ടിരിക്കുന്നു മാലിക്, അയാളെ കാണില്ല എന്ത്. അപ്പോൾ ഒരാൾ ചെന്ന് അയാൾ മുനാഫിക്കായിട്ട്, അയാൾ കൽബിൽ ഈമാനില്ലേ, അള്ളാഹുടെ റസൂൽ ഇഷ്ടപ്പെടാത്ത ആളയാൾ ഒരാൾ ചെന്ന് നബി തങ്ങ് വന്നിട്ട് അറിഞ്ഞിട്ട് അവൻ ചുറ്റുഭാഗത്തങ്ങനെ വന്നാറ്. അപ്പം അയാളെ കണ്ടില്ലല്ലേ. അപ്പം അയാൾ കൽബിൽ നിഫാക്കിൻ്റെ ഈമാനില്ല, അയാൾ മുനാഫിക്കായിട്ടിരിക്കുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന്, നീ അത് ചൊല്ലണ്ട, അങ്ങനെ ചൊല്ലണ്ട, നീ അയാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലത് എനിക്ക് കണ്ടിട്ടില്ലേ, അള്ളാഹുടെ വജീഹ് ആഗ്രഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലില്ലേ. അപ്പം അയാൾ അങ്ങനെ ചെന്ന് എന്തേ അള്ളാഹു റസൂലു ആയാലും പക്ഷേ ഞങ്ങൾ അയാൾ യാറും മുനാഫിക്ക് ഇങ്ങോട്ടേയും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളൊട്ടിയും കൂട്ടുക, ഞങ്ങളൊട്ടിയും പൽക്കറി, ഞങ്ങളൊട്ടിയും ഇരിക്കേ. അപ്പം നബി തങ്ങൾ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശരിയായ ഈമാൻ കൽബിൽ ഉണ്ടെങ്കിൽ നരകം അള്ളാഹു നമുക്ക് ഹറാമാക്കണം. അപ്പം ഇയാളെ കൽബിൽ നിഫാക്കുണ്ടോ ഇല്ല, അത് ഞങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, അത് അള്ളാഹു അങ്ങനെ നോക്കിയല്ലോ. ഒരാളെ ഈമാനെ സംബന്ധിച്ച് അയാൾ പുറത്ത് കാണുമ്പോൾ എന്തുണ്ട്, ഈമാനുണ്ട്, നിസ്കരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. എന്നാൽ അയാളെ സംബന്ധിച്ച് ഞങ്ങൾ മുനാഫിക്കുണ്ടോ കാഫിറുണ്ടോ ഞങ്ങൾ ചൊല്ലാത്തീര. കാരണം അയാളെ കൽബിൽ എങ്ങനെ വിശ്വാസം ഉണ്ടെന്ന് ഞങ്ങൾക്കെന്തും നോക്കുകയാവില്ല, അറിയുകയാവില്ല. ഞങ്ങൾ പ്രത്യക്ഷത്തിൽ കാണേണ്ടതനുസരിച്ചിട്ട് വിധിക്കാം. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളൊരു വിശ്വാസം അവൻ്റെ കൽബിൽ ശരിയായിട്ടുണ്ടെങ്കിൽ, അതായത് ഈമാൻ ശരിയായിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ആവില്ല, മുഹമ്മദ് റസൂലുള്ള അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നത്, അതുമായി സംബന്ധപ്പെട്ട വേറെ വിഷയങ്ങളുണ്ട്. ഇതെല്ലാം ശരിയായ നിലപ്പുറത്ത് വിശ്വസിച്ചാൽ കണ്ടെങ്കിൽ ഈമാനുണ്ടോ എന്നവൻ നരകത്ത് പോലെ എന്നുള്ളത്. അപ്പം ഈമാൻ എന്താണ്, രക്ഷപ്പെടണം, ശരിയായ ഈമാൻ വേണം. അപ്പം നിഫാക്ക് മുനാഫിക്കും ചെന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇന്ന് അറിയുന്നതാണ് അങ്ങനെ കാഫിരീങ്ങളൊട്ടായിട്ട് അങ്ങ് ഇക്കടി, അങ്ങനെ കൽബുൽ കുഫിരിയുമില്ല, ഈമാനില്ല. പക്ഷേ പുറത്ത് അങ്ങ് മോമിനീങ്ങളൊട്ടിക്ക് ശരിയുള്ളത്, അങ്ങനത്തെ കുറേ മുനാഫിക്കിങ് ഉണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനൊട്ടിക്ക് കോൺടാക്ട് കൂടുതലുള്ളത് കൊണ്ട് അതിൽ പെട്ട ഒരാൾ അങ്ങനെ ചൊല്ലോ കാരണമായിട്ട്. അപ്പം നബി തങ്ങ് അത് ചൊല്ലാണ്ടാന്ന് ചൊല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഈ ഹദീസൂടെ കൊണ്ടുവന്ന് എന്ത് കേട്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വിശ്വാസം ശരിയായ നിലക്കുണ്ടും കണ്ടെങ്കിൽ സ്വർഗത്തിട്ടതൊക്കെ തടസ്സമില്ല, അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്തു എന്നുള്ളത്. നിഫാഖ് എന്നുള്ളത് മുനാഫിക്ക് കാഫിർ തന്നെ ഏറ്റിക്കുന്നത്. അപ്പം അയാളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു വ്യക്തിയെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല.
മുനാഫിക്കും ചൊല്ലെങ്കിൽ അത് കാഫിർ തന്നെ ആയിട്ടിക്കണം. മാത്രമല്ല ഖുർആനിൽ ചെന്നത് കാഫിറിനെക്കാളും അടിയിലായിട്ടിട്ട് നരക എന്നുള്ളത്, നരകത്തെ അടിയിലായിട്ടിട്ട് മുനാഫിക്കങ്ങൾ എന്നുള്ളത്. കാരണം എന്തായിട്ടെങ്കിൽ നല്ല കൽബുൽ കുഫിരിയത്താവില്ലേ, അങ്ങ് ഒറിജിനൽ കാഫിർ തന്നെ പുറത്ത് മാത്രം മുസ്ലിമുകളായിട്ട് കൂടിയിട്ടാണ് പിന്നെ. അപ്പം അത് നിഫാക്കായിട്ടിട്ട് കൽബിലൊന്ന് വേറെ പുറത്ത് കാട്ടുന്നതൊന്ന് വേറെ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഹദീസിലേക്ക് പ്രവേശിക്കാം. وعن إتبان ابن مالك رضي الله عنه وهو ممن شهد بدرا. إتبان ابن مالك رضي الله عنه بدر യുദ്ധത്തിൽ ഹാജരായ ആളായിട്ട് قال كنت أصلي لقوم بني سالم. ನಾನು ನನ್ನ ಆ ಏರಿಯത്തിൽ ನನ್ನ ಕೌಮ್ ನನ್ನ ರಾಯತೆ ಬನು ಸಾಲಿಮ್ ಗೋತ್ರಕ್ಕೆ ನಾನು ಇಮಾಮಾಯಿ ನಿಸ್ಕರಿಸಿನು. വക്കാന യഹൂലു ബൈനി വബൈനഹും വാദി. നന്റെയും ഈ ബനു സാലിം ഗോത്രത്തെ ഇടയിൽ ഒരു വാദി, വാദി ചൊന്നെങ്കിൽ പർവ്വതത്തെ ഇടയിലുള്ള ജാഗ കയറ്റിക്കിട്ട് വാദി ചൊല്ല തന്നെയല്ലോ കിടത് അതുണ്ട്. വൈദാ ജാഅത്തിൽ അംതാറു ഫയസുക്കു അലയ്യ ഇജ്തിയാസുഹു ഖിബല മസ്ജിദി. അപ്പൊ ഈ ബനു സാലിമിടെ അങ്ങനെ പള്ളിക്ക് പോണത് മല ബന്നെങ്കിൽ നക്ക് കഷ്ടാവും പോണല്ല. ഫജിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു ലഹു. നബി തങ്ങളോട്ട് പോയിട്ട് ചെന്നനാണ്. ഞാൻ നബി തങ്ങളോട്ട് പോയ ഇനി അൻകർതു ബസ്വരി, എൻ്റെ കണ്ണത്ര എനിക്ക് കാണില്ല. വൈനൽ വാദി അല്ലദീ ബൈനി വ ബൈന കൗമി യസീലു ഇദാ ജാത്തിൽ അംതാ. മലബന്തൻ കണ്ടെങ്കിൽ നാനും ആ നിസ്കരിക്ക് ഇമാം നിൽക്കൊണ്ട ആ പള്ളി ഉണ്ടല്ലേ അതിനിടയിൽ ആ വാദി ആ മലഞ്ചെറു തന്നി ഒഴുകിടെ പ്ലേസ് അത് നിറഞ്ഞിട്ട് ഒഴുകുറു. ഫയസുക്കലജിത്യാസുഹു. അപ്പം അത് കടക്കുന്നൊക്കെ കഷ്ടവും. പവതിത്വ അന്നക്കത്ത എത്തി. അപ്പം നബിയെ നിങ്ങൾക്ക് പറഞ്ഞോട്ട് ഞാൻ ഇഷ്ടപ്പെട്ടെ. അപ്പോൾ തുസല്ലി ഫി ബൈത്തി മക്കാന, എൻ്റെ ഔത്ത് വന്നിട്ട് ഒരു പ്ലേസിൽ നിസ്കരിക്കൊണ്ടും തഹിദു മുസല്ല അത് നിസ്കരിക്കുള്ള ഒരു ജാഗ്യ ഞാൻ ആക്കിര അക്കെപ്പോലെ നിസ്കരിക്കൂ ജാഗ്യാക്ക്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഫാ. അപ്പം നബി തങ്ങൾ ചെന്ന് ഞാൻ പണ്ട ഫഖദാലയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ബാദ മസ്തദ്ദൻ നഹാർ. അങ്ങനെ പോരു എന്തായാലും പിന്നെ തെല്ല്, അതായത് സുബിക്കല്ല സൂര്യ ഉദിച്ചിട്ട് തെല്ലാറ കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ട് ഒരു ചൂടല്ല ആ ബണ്ട നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ಬಂತು. പകൽ ശക്തിയായതിൻ്റെ ശേഷം പകൽ ശക്തിയായതിൻ്റെ ശേഷം സൂര്യ ഉദിച്ചിട്ടല്ല തെന്നാറ കഴിഞ്ഞാൽ പിന്നെ ಬಂತು നബി തങ്ങൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടുകൊണ്ടു. വസ്താദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്രൊಳಗ ನೂಲಗೆ ನಬಿ ಅನುಮತಿ ಕೇಳ್ತು. ഫാദിൻതലഹു, ഞാൻ നബിക്ക് അനുമതി കൊടുത്തു. ഫലം യജ്ലിസ് ഹത്താ ഖാല, നബി തങ്ങ ദച്ചില്ല. നബി തങ്ങ ചെന്ന് ഐന തുഹിബ്ബു അൻ ഉസല്ലിയ ഫീ ബൈത് മിൻ ബൈതിക, നിന്റെ ഔത്തർ എവിടെ വെച്ച് ഞാൻ നിസ്കരിക്കൊണ്ടാണ് നീ ഇഷ്ടപ്പെട്ടെ. ഫാശറതു ലഹു ഇലൽ മകാൻ അല്ലദി ഉഹിബ്ബു അൻ യുസല്ലിയ ഫീ, നബി തങ്ങൾ നിസ്കരിക്കൊണ്ട് ഇഷ്ടപ്പെട്ട ആ പ്ലേസ് ഞാൻ കാട്ടിക്കൊടുത്തു. നബി നീ അവിടെ നിസ്കരിച്ച് തരണം. അതിൽ പിന്നെ അയാൾ അവിടെ നിസ്കരിക്കുവാനായിട്ട്. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ നിന്നിട്ട് ഫകബ്ബറ തക്ബീർ ചൊല്ല്. വസഫഫ്ന വറാഉ, നബിയുടെ പിന്നിൽ ഞങ്ങൾ സഫ് കെട്ടി. ഫസല്ലാ റക്അത്തൈനി, 2 റക്അത്ത് നബി തങ്ങൾ നിസ്കരിച്ചു. സുമ്മ സല്ലമ വസല്ലംന ഹീന സല്ലം, നബി തങ്ങൾ സലാം വീട്ടപ്പോൾ ഞങ്ങൾ സലാം വീട്ടി. ഫഹബസ്തു അല ഖസീറത്തിൻ തുസ്നഉൽ ബൈത്ത്, ഔത്തുൽ ആക്കിയ ഒരു ഖസീറ ചൊന്നുണ്ട്. ഈ പിന്നെന്താ ഇട്ടിട്ട് അത് ഈ ഗോധി പൊടിയാക്കിയിട്ട് ಅದಕ್ಕೆ നെയ്യെല്ലാം ഇട്ടിട്ടാക്കി ഒരു സദ്യ. ഫസമി അഹുലുദ്ദാർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതി. അപ്പോൾ അതിന് ചുറ്റുഭാഗത്ത് ഉത്തരങ്ങല്ല നബി തങ്ങൾ എൻ്റെ ഔത്ത് ബന്ധുള്ള വിഷയം കിട്ടും. ഫഖാബ റിജാലു മിന്നു, അതിലെ ആണുങ്ങളൊക്കെ എന്താക്കിയാണ് വേഗം ഓടി വന്നത്. അങ്ങനെ ഓടി വന്നത് പിന്നെ ഒരുമിച്ച് കൂടിയത്. ഹത്ത ഖത്തറ റിജാലു ഫിൽ ബൈത്ത്, ഔത്തുൽ ആണുങ്ങളൊക്കെ ഏറെ കൂടിയത്. ഫഖാല റജുൽ മാ ഫഅല മാലിക്കുല്ല അറാഹു, അപ്പോൾ കൂട്ടത്തിൽ ഇന്നത്തെ മാലിക് എന്തേ വന്നില്ല, അഞ്ഞ ഏരിയത്തിൽ പെട്ട ഒരാൾ അയാളെന്താ കാണില്ല, മാലിക് എന്തായിട്ട് അയാളെന്താ കാണില്ല. ഫഖാല റജുൽ ദാലിക മുനാഫിഖുൻ ലാ യുഹിബ്ബുല്ലാഹ വറസൂല, അയാൾ മുനാഫിഖ്, അല്ലാഹും അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടില്ലാട്ട് ഒരാൾ ചെന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖുൽ ദാലിക, അപ്പോൾ നബി തങ്ങൾ എന്തിനാണ് ചൊല്ലണ്ട. അലാ തറാഉ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലത് നിനക്ക് കണ്ടിട്ടേ.
ഈ മാലിക് എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലില്ലേ, യബ്തഗി ബിദാലിക വജ്ഹല്ലാഹി തആല, അള്ളാഹുടെ വജ്ഹ് ആഗ്രഹിച്ചാൽ അങ്ങനെ ചൊല്ല. വഖാല, അപ്പം അയാൾ ചെന്ന് അള്ളാഹു റസൂലു ആലം, അള്ളാഹും അള്ളാഹുടെ റസൂലായിട്ട് ഏറ്റവും അറിയിലാണ്. അമ്മാ നഹ്നു ഫവല്ലാഹി മാ നറാ ഉദ്ദഹു വലാ ഹദീഥു ഇല്ലാ ഇലൽ മുനാഫിഖീൻ. അയാളെ പിരിസവും അയാളുടെ സ്നേഹവും എല്ലാം മുനാഫിക്കീങ്ങളൊട്ടി ആയിട്ട് ഞങ്ങൾ കാണണ്ടേ, അയാൾ മുസ്ലിമുകളൊട്ട് കൂട്ടരുമോ പലക്കറിയും ഒരു പിസം നബിത്തം കൂടെ ಬಂದು എല്ലാവരും ಬಂದರು ചുറ്റുഭാഗത്തേക്കും. അപ്പോൾ ഒരാൾ വന്നിട്ടില്ല അയാൾ പിരിസാറിട്ട് കണ്ടേ മുനാഫിക്കീങ്ങളൊട്ടി. فقال رسول الله صلى الله عليه وسلم, അപ്പം നബി തങ്ങൾ ചെന്ന് فإن الله قد حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. അള്ളാഹുടെ വജ്ഹ് ആഗ്രഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊന്നാൻ കണ്ടെങ്കിൽ അള്ളാഹു അവൻ്റെ നരകത്തെ മേൽ അള്ളാഹു ഹറാമാക്കണം. മുത്തഫഖുൻ അലൈഹി. വൈത്ബാൻ ബികസ്രിൽ ഐനിൽ മുഹ്മല വഇസ്കാനി തായിൽ മുതന്ന ഫൗഖു വബഅദാ ബാഉൻ മുവഹദ. ഇത്ബാനു എന്നുണ്ട്, താക്ക് സുക്കൂനും ഐനക്ക് കെസറും കൊടുത്തിട്ട് ആ സ്വഹാബിയുടെ പേരായിട്ട്. വൽ ഖസീറ ബിൽ ഖായിൽ മുജബ, ഖസീറ എന്ന് പുള്ളിയുള്ള ഖാ കൊണ്ട് കൊണ്ട് വയ്യ ദഖീഖത്തുൻ യുത്ബഖു ബിശാമി, നെയ്യിട്ടിട്ട് വേപ്പാട്ടിലെ ഒരു ഗോധി ഏറ്റിക്കുന്നത്. ഇത് ഈ ദഖീഖത്തുൻ യുത്ബഖു ബിശാമി, നെയ്യിട്ടിട്ട് വേപ്പാട്ടിലെ ഗോധി, അതാണ് ഈ ഖസീറ. താപ റിജാലു താപൽ മുതായി ജാവു വജിതമോ, വന്നത് ഒരുമിച്ച് കൂടിയത് എന്നായിട്ട് അതിലർത്ഥം. അപ്പം ഞങ്ങൾ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശരിയായ വിശ്വാസം അയാളെ കൽബുന്നുണ്ട് കണ്ടെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടുകയുള്ള തെറുമ്പു എന്നായിട്ട്. അപ്പോൾ അള്ളാഹുടെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയ കുത്തീറ അള്ളാഹു അവന് എന്താ ചെറിയൊരു ഈമാൻ്റെ ഭാഗം, ഈമാൻ ക്ലിയർ ആയിട്ട് വേണം, ഈമാൻ എന്തും കണ്ടെങ്കിൽ രക്ഷപ്പെടുക തെറുണ്ടു എന്ന് അള്ളാഹുടെ റഹ്മത്തിലേക്ക് ആഗ്രഹിപ്പിക്കുന്ന ഹദീസായിട്ട് കഴിയും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഹദീസ് ഇന്നത്തെ ക്ലാസ്സിൽ കാതു കൊടുക്കാം. അള്ളാഹു ഞങ്ങളൊക്കെ സജ്ജനങ്ങളിൽ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.